അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീലീസ് വില്ലേജ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ചേട്ടൻ്റെ പേര് അശ്വന്ത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഈ പടത്തിലേക്ക് നോക്കിയേ. ഈ പടത്തിൽ നിങ്ങൾക്ക് 4 പേരെ കാണാം, ശരിയല്ലേ? അപ്പോൾ ഒരു കുട്ടിക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു, വീൽ ചെയറിലാണ്. ഓക്കെ, ബാക്കി 3 പേരെയും കൂടി കാണാം. അപ്പോൾ ഈ കുട്ടിയുടെ ഡ്രസ്സിംഗ് ഒക്കെ നോക്കിയേ. അപ്പോൾ ഈ ഡ്രസ്സിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ടൂർ പോയ പോലെ ഇല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും അവരെങ്ങോട്ടാണ് പോയതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ നടക്കുന്നത് സമ്മർ ഹോളിഡേയ്സ് തീരാനാവുന്ന ആ സമയത്താണ്. ഓക്കെ, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു എൻഡ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും സ്കൂളൊക്കെ തുറന്നു, ശരിയല്ലേ? അപ്പോൾ ഈ ശരിക്കും ഈ കഥ നടക്കുന്നത് അതിന് തൊട്ട് മുന്നേ ആണ്. സമ്മർ ഹോളിഡേയ്സ് എബൌട്ട് ടു എൻഡ്, അതായത് സമ്മർ ഹോളിഡേയ്സ് തീരാനാവുകയാണ്. ആ സമയത്താണ് ഈ കഥ നടക്കുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു? പീലി എന്ന് പറയുന്ന കുട്ടി പീലിയുടെ ഫ്രണ്ട്സിനെ പീലിയുടെ വില്ലേജിലേക്ക് വിളിച്ചു. ഓക്കെ, പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ട്രിപ്പ് ടു ദി വില്ലേജ്. അപ്പോൾ പീലിയുടെ 4 സുഹൃത്തുക്കളെ എങ്ങോട്ടാണ് പോകുന്നത്? പീലിയുടെ വില്ലേജിലേക്കാണ് പോകുന്നത്. ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? അപ്പോൾ നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലേ? ഷാൾ വി ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം? നമുക്കും അവരുടെ കൂടെ പീലിയുടെ വില്ലേജിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമ്മൾ ടൂർ പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ വീൽ ചെയറിൽ ഒരു കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടിയാണ് മീനു. ഓക്കെ, ഐ മൂവ്ഡ് എറൗണ്ട് ഓൺ എ വീൽ ചെയർ. അപ്പോൾ വീൽ ചെയറിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. മൈ ഹോം ഈസ് അറ്റ് ദി ഗവൺമെൻറ് ഓഫീസസ് ക്വാർട്ടേഴ്സ് നിയർ എ സിറ്റി. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഈ മീനുയുടെ പേരൻറ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. അപ്പോൾ മീനുവിന് ആര് കൂടി ഉണ്ടെന്ന് പറയുന്നത്? ഒരു യങ്ങർ ആയിട്ടുള്ള ബ്രദർ ഉണ്ട്. യങ്ങർ ബ്രദർ എന്ന് വെച്ചാൽ എന്താ? ഒരു അനിയൻ കുട്ടി കൂടിയുണ്ട്, ശരിയല്ലേ? ഇനി നമുക്ക് അടുത്ത ആൾ പരിചയപ്പെടാം. അപ്പു. ഇതാണ് അപ്പു. ഓക്കെ, മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഓർ ഇൻ ദി സിറ്റി. അപ്പോൾ ഈ സ്ലം എന്ന് വെച്ചാൽ എന്താണ്? സ്ലം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചേരി എന്ന് പറയത്തില്ലേ? അതായത് നഗരത്തിൽ തന്നെ വലിയ വലിയ ബിൽഡിംഗ് കൂടാതെ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങിൽ നിൽക്കുന്നവരില്ലേ? അപ്പോൾ ഈ അപ്പു താമസിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലം എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹാവ് എ ഓൺലി അമ്മ അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. അപ്പോൾ അപ്പുയുടെ അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? പറഞ്ഞേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ടെക്സ്റ്റൈൽ മില്ലിലാണ് വർക്ക് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ 2 പേരെ പരിചയപ്പെടുത്തി. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഒന്നാമത് നമ്മൾ പരിചയപ്പെടുത്തത് നീനുവിനെയാണ്. നീനുവിന് ഒരു യങ്ങർ ബ്രദർ കൂടി ഉണ്ട്. നീനു ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ അപ്പു സ്ലം ഏരിയയിലാണ് കഴിയുന്നത്. പിന്നെ അപ്പുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ വർക്ക് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൈൽ മില്ലിലാണ്. അപ്പോൾ 2 പേരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ ആളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ പടത്തിൽ കണ്ട ടൂറിൻ്റെ ഡ്രസ്സിലുള്ള ആ കുട്ടിയില്ലേ? ആ കുട്ടിയുടെ പേരാണ് വിക്കി. അപ്പോൾ ഇതാണ് വിക്കി. ഐ ലിവ് ഇൻ എ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദി സിറ്റി. അപ്പോൾ സിറ്റിയിലുള്ളൊരു അപ്പാർട്ട്മെൻറ്റ്. അതെന്താ ഈ അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നിൽക്കുന്നതെന്നും പറയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. അപ്പോൾ ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ധനികനായിരിക്കും ഈ പറയുന്ന ആര്? വിക്കി. അപ്പോൾ അവർ നിൽക്കുന്നത് എവിടെയാണ്? സിറ്റിയിലാണ്. അതെന്തിട്ടായിരിക്കും? ബിസിനസ് അല്ല സിറ്റിയിലല്ലേ കൂടുതലുണ്ടാവുക? നഗരത്തിലല്ലേ കൂടുതലുണ്ടാവുക? അതുകൊണ്ടായിരിക്കും. മൈ മം റൺ ഹെയർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നത്? വിക്കിയുടെ അമ്മ എന്താണ് ചെയ്യുന്നത്? ഹെയർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു തുണിക്കടയുണ്ട്. ഓക്കെ, വിക്കിയുടെ അമ്മയ്ക്കൊരു തുണിക്കടയുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരെ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ആളെ പരിചയപ്പെടാം. ഐ ആം ചമേലി. ചമേലി എവിടെയുള്ളതല്ല, കേരളത്തിൽ നിന്നല്ല. ഓക്കെ, അവരെവിടെ നിന്ന് വന്നാൽ? ആസാമിൽ നിന്ന് വന്നാൽ. മൈ മാ പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ദി കേരള ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അടുത്തും ഉണ്ടാവും ചിലപ്പോൾ വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന് നിൽക്കുന്നവർ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മകളാണ് ആര്? ഈ പറയുന്ന ചമേലി. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 ഇയർ ഓൾഡ്. അപ്പോൾ ചമേലിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവർ കേരളത്തിലേക്ക് വന്നത്. വി ലിവ് ഇൻ എ പ്ലേസ് വെയർ പീപ്പിൾ ഫ്രം അതർ സിറ്റീസ് ലിവ് ടുഗദർ. അപ്പോൾ ചമേലി നിൽക്കുന്നത് ഈ പറയുന്ന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 4 പേര് മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ സിറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരാൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെയാണ് ജീവിക്കുന്നത്, ഒരാൾ ഒരു ചേരി പ്രദേശത്താണ് ജീവിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരാൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നിങ്ങളുടെ പേരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയേ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചേട്ടൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പേര് പറയണം. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയാം. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ്? ഐ ആം റിസൈഡിങ് ഇൻ. അപ്പോൾ നമ്മൾ എവിടെയാണ് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു ചെറിയ സ്പേസ് കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇല്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു തരും. ഓക്കെ, പഴയ ഏതെങ്കിലും ഫോട്ടോ എടുത്തു തരും. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്.
അപ്പോൾ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ, ശരിക്കും ആ ടേം ശരിയല്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ശരിക്കും അവരെന്താ പറയുന്നത്, ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവർ അതിഥി തൊഴിലാളികളാണ്, അന്യസംസ്ഥാന തൊഴിലാളികളല്ല. അവരെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, അതിഥി തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗസ്റ്റ് വർക്കേഴ്സ് കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്, വേറെ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലേക്ക് ഈ പറയുന്ന ഗസ്റ്റ് വർക്കേഴ്സ് വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം സ്റ്റേറ്റ്സ് ഓഫ് അസം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അടുത്തുള്ള ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ മെയിനായിട്ട് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും. അസമിൽ നിന്ന് വരുന്നുണ്ടാവും, ബീഹാറിൽ നിന്ന് വരുന്നുണ്ടാവും, വെസ്റ്റ് ബംഗാൾ ഉണ്ടാവും, ജാർഖണ്ഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ നാലെണ്ണം, എന്താണ് ഇന്ത്യയിൽ 28 സ്റ്റേറ്റ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ 28 സ്റ്റേറ്റിൽ ഉള്ള 4 സ്റ്റേറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അസമുണ്ട്, ബീഹാറുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഓക്കെ, ദെയർ ചിൽഡ്രൻസ് ആർ ബീങ് എഡ്യൂക്കേറ്റഡ് ഇൻ ദി പബ്ലിക് സ്കൂൾസ് ഇൻ കേരള. അപ്പോൾ അവരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടാവും, ശരിയല്ലേ? നിങ്ങൾക്കും ഫ്രണ്ട്സായിട്ടുണ്ടാവും ചിലപ്പോൾ ഇതുപോലുള്ള അതിഥി തൊഴിലാളികളുടെ മക്കൾ, ശരിയല്ലേ? ചമേലി ഈസ് ഓൾസോ സ്റ്റഡിങ് ഇൻ കേരള. അപ്പോൾ അതുപോലുള്ള ഒരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്, ചമേലി. ചമേലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ചമേലി എവിടെ നിന്നായിരുന്നു വന്ന് ഓർമ്മയുണ്ടോ? ചമേലി വന്നത് ആസാമിൽ നിന്നായിരുന്നു. ഓക്കെ, ചമേലി കോൾ ഹെർ മദർ ആൻഡ് ഫാദർ മാ ആൻഡ് പപ്പ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ അച്ഛൻ അമ്മ എന്ന് പറയില്ലേ, അതുപോലെ ചമേലി എന്താ വിളിക്കുന്നത്, മാ ആൻഡ് പപ്പ. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ കറക്റ്റ് ആണോ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മുതിർന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ, അപ്പോൾ അവരോട് പറയാം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, അപ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ അത് അമ്മയോട് പറയാം, അച്ഛനോട് പറയാം, ചേച്ചി, ചേട്ടൻ, അല്ല ആരെങ്കിലും മുതിർന്നവരാരെങ്കിലും ഉണ്ടാവില്ലേ വീട്ടിൽ, അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിയാണോ എന്ന് അവർ പറഞ്ഞുതരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ട്രൈ ടു ക്രിയേറ്റ് എൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ, പേഴ്സണൽ ഇൻഫർമേഷൻ ബൈ അഡ്രസ്സിങ് യുവർ ഹോബീസ്, ലെഷർ ടൈം ആക്ടിവിറ്റി, വിഷസ് ആൻഡ് ഡ്രീംസ് അലോങ് വിത്ത് ഇൻഫർമേഷൻ യു ഹാവ് ഓൾറെഡി മെൻഷൻ. അപ്പോൾ നമ്മൾ ഈ പേരും സ്ഥലമല്ലേ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം പറയണം, നമ്മുടെ ഹോബി എന്താ, ഹോബി എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഒഴിവ് വേളകളിൽ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പടം വരയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഹോബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളല്ലേ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് എഴുതി വെച്ചൂടെ, എൻ്റെ പേര് ഇങ്ങനെയാണ്, മൈ നെയിം ഈസ് ഒരു പേര് പറയാം, ഐ ആം കമ്മിങ് ഫ്രം ഒരു സ്ഥലം പറയാം, പിന്നെ ഐ ആം സ്റ്റഡിങ് ഇൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയാം, പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. ഓക്കെ, പിന്നെ മൈ ഹോബീസ് ആർന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഹോബീസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൂടെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, ശരിയല്ലേ? അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു, 4 പേര് ഈ ടെക്സ്റ്റിലുണ്ട്, പിന്നെ നിങ്ങളുണ്ട്, പിന്നെ ചേട്ടനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളൊരു ട്രിപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബിൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ആ ഒരു ട്രിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. അപ്പോൾ കുറേ കാലം നമ്മൾ കാത്തിരുന്നു, അപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്നത്. ഐ ട്രൈ റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ടൂർ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആരോടാണ് ശരിക്കും പെർമിഷൻ ചോദിക്കല്, ഓർത്ത് നോക്കേ. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ തവണ ചിലപ്പോൾ ടൂറിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വർഷം ടൂറിന് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, ശരിയല്ലേ? പക്ഷേ എന്നാലും നമ്മൾ ചോദിച്ചിട്ട് പെർമിഷൻ മേടിക്കും. അപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന നീനുവും പെർമിഷൻ മേടിച്ചത്. ഓക്കെ, യു നോ ദാറ്റ് ഐ ഡോണ്ട് ഗോ എവരിവർ. അപ്പോൾ നീനു പറയുന്നത് നീനുവിന് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റാറില്ല എന്നാണ്. അത് എന്നിട്ടായിരിക്കും, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, നീനുവിന് സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടല്ലേ വീൽ ചെയറിൽ പോകുന്നത്. നോക്കി ശ്രദ്ധിച്ച്, വീൽ ചെയറിലല്ലേ നീന് പോകുന്നത്. വീൽ ചെയർ കടന്നു പോകാൻ പറ്റിയ റോഡുകളാണോ നമ്മുടെ ഇവിടെ ഉള്ളത്, ശരിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം റോഡ് സൈഡിലൂടെ നിങ്ങൾക്ക് നടക്കുന്ന പോലെ വീൽ ചെയറിലുള്ള ഒരാൾക്ക് പോകാൻ പറ്റിയൊരു റോഡാണോ നമ്മുടെ നാട്ടിലുള്ളത്? നമ്മുടെ നാട്ടിലുള്ള പല റോഡിനും പല കുഴികളും ഒക്കെ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ടിക്ക് തന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് എല്ലാവരുടെയും പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന റോഡുകളും ബിൽഡിങ്ങിലും ഇവർക്കും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാത്തതുകൊണ്ടാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വലുതായിട്ട് കുറേ ഓഫീസസിലായാലും നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്സ് എല്ലാം എന്ത് ചെയ്യണം, ഇവർക്കെല്ലാം പോകാൻ പറ്റുന്ന തരത്തിലുള്ള ബിൽഡിംഗ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലായാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. റാമ്പ് മനസ്സിലായോ? സ്റ്റെപ്പിന് പകരം ഇങ്ങനെ ഒരു ചെരിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു കുറച്ചൊരു സ്ലോപ്പ് പോലുള്ള കുറച്ചൊരു ചെരിവുള്ളൊരു പ്രതലം കാണല്ലേ ഇവരുടെ വീൽ ചെയറിനൊക്കെ കടന്നു പോകാൻ പറ്റിയ, അങ്ങനെ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടി ആ ഒരു ബിൽഡിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
അപ്പോൾ ഇനി ആരെയാണ് നമ്മൾ പറയുന്നത്? വിക്കിയാണ് പറയുന്നത്. ഓക്കെ, പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. പപ്പയും മമ്മിയും ഭയങ്കര ഇഷ്ടത്തോടൊന്നും അല്ല എന്ത് ചെയ്ത് വിക്കിയെ ടൂറിന് വിട്ട്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ അവേ എലോൺ. അപ്പോൾ ദൂരേക്കൊന്നും വിക്കി ഒറ്റയ്ക്ക് വിടാറില്ല എന്നാണ് പറയുന്നത്. ഐ ഹാഡ് സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. അപ്പോൾ ഈ കൺസെൻറ്റ് കിട്ടാൻ, കൺസെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? പെർമിഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ടൂർ പോകാൻ പെർമിഷൻ എടുക്കില്ലേ, അപ്പോൾ അതിന് പറയുന്ന പേരാണ് കൺസെൻറ്റ്. അപ്പോൾ ഈ വിക്കിക്ക് കൺസെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഏതുപോലെ? അപ്പോൾ നിങ്ങൾക്കായാലും ടൂറിന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതുപോലെ നമ്മളെടുക്കുന്ന പെർമിഷന് പറയുന്ന പേരാണ് കൺസെൻറ്റ്. ഓക്കെ, യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. അപ്പോൾ വിക്കി പറയാണ്, നിങ്ങൾ മാത്രമാണ് എനിക്ക് ഇവിടെയുള്ള കൂട്ടുകാർ. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ദർ. അപ്പോൾ സാധാരണ നമ്മൾ ടൂർ പോകുമ്പോഴായാലും നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ടൂർ പോയാൽ അപ്പോൾ വീട്ടിൽ നിന്ന് പറയത്തില്ലേ, പുറത്ത് പോയാൽ അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കരുത്, ശരിയല്ലേ? ചില വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ കളിക്കരുത് അങ്ങനെയൊക്കെ പറയും, ശരിയല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ കടൽ തീരത്തെല്ലാം പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, വെള്ളത്തിലധികം ഇറങ്ങരുത് അങ്ങനെയൊക്കെ പറയും, ശരിയല്ലേ? അതുപോലെ അവിടെയുള്ള സാധനങ്ങളൊന്നും എല്ലാം ഒന്നും മേടിച്ച് കഴിക്കരുത്, പിന്നെ തണുത്തൊന്നും കുടിക്കരുത് അങ്ങനെയൊക്കെ പറയല്ലേ? അങ്ങനെയൊക്കെ നിങ്ങളെയും വീട്ടിൽ നിന്ന് പറയാറില്ലേ? ഇനി ചമേലി എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, മാ ഈസ് ഓൾവേസ് കെയർഡ് വേർ ഐ ഗോ. അപ്പോൾ എവിടെ പോയാലും എന്തുണ്ടാവും? അമ്മക്കൊരു ചെറിയ പേടിയുണ്ടാവും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻറ്റ് വെൽ ഡീലിംഗ് വിത്ത് അസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ അതിഥി തൊഴിലാളികളായുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും, ശരിയല്ല? മലയാളം അറിയുന്നവരോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കുമോ നമ്മൾ ഈ അതിഥി തൊഴിലാളികളോട് സംസാരിക്കുന്നത്? ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. അപ്പോൾ പീലിയോടും ഈ ചമേലി ഇത് പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് അഷ്യൂർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ് വിൽ കീപ്പ് ഡിസ്റ്റൻസ്. അപ്പോൾ പീലി പറഞ്ഞു, പീലിയുടെ വില്ലേജിൽ ആരും അങ്ങനെ ഇവരെ അകറ്റി നിർത്തില്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറുന്നു പറഞ്ഞു. ദാറ്റ് ഈസ് വൈ ഐ ആം കമ്മിങ്. അപ്പോൾ അതുകൊണ്ടാണ് ചമേലി ടൂറിന് വരുന്നത്. അപ്പോൾ ചമേലി എന്നിട്ടാണ് ടൂറിന് വരുന്നത് മനസ്സിലായോ? അപ്പോൾ അതായത് സാധാരണ ചമേലിയുടെ ഫാമിലിനെ എല്ലാവരും ഒന്നും അകറ്റി നിർത്തുന്നുണ്ട്. അതെന്തിട്ടായിരിക്കും? അതിന് പല റീസൺസ് കാണും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ മലയാളീസ് ആയാലും അപ്പോൾ നമ്മളായാലും അന്യ സംസ്ഥാനത്തിലുള്ള അതായത് അതിഥി തൊഴിലാളികളോട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു അവരത്ര ഒരു നമ്മൾ മലയാളീസിനെ പോലെ അവരെ കൺസിഡർ ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പീലി പറഞ്ഞു, അങ്ങനെ പീലിയുടെ വില്ലേജിൽ ആരും ഇവരെ അകറ്റി നിർത്തില്ല, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുക. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ എന്താണ്? അവർ നമ്മുടെ ഗസ്റ്റാണ്. അതുകൊണ്ടല്ല നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെ പോലെ തന്നെ ഇഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എല്ലാവരോടും പെരുമാറുന്ന പോലെ അവരോടും പെരുമാറണം, അല്ലെ അവർക്ക് വിഷമമില്ലേ? അതാണ് പറയുന്നത്. ഓക്കെ, ചമേലി പറയുന്നത് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു പറഞ്ഞുകൊണ്ടാണ് ചമേലി എങ്ങോട്ട് വന്നത്? പീലിയുടെ വില്ലേജിലേക്ക് പോകാൻ റെഡി ആയിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പുവിൻ്റെ നോക്കാം. അമ്മ ഡിഡിൻ്റ് ഒബ്ജക്റ്റ് ടു. അപ്പോൾ അപ്പുവിനെ ടൂറിന് വിടുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ആം വറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. അപ്പോൾ അപ്പു ടൂറിന് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കല്ലേ? അപ്പോൾ അപ്പുവിനാണ് ശരിക്കും എന്താ പറയുന്നത്, ഒരു ചെറിയ പ്രശ്നം, അമ്മ ഒറ്റയ്ക്കാണെന്നുള്ളൊരു പ്രശ്നം. എനിവേ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡേ. എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അത് വലിയ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അപ്പു പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നീനു ആയാലും അപ്പു ആയാലും വിക്കി ആയാലും ചമേലി ആയാലും പല പല റീസൺസ് ഉണ്ടായിട്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവരെല്ലാവരും കൂടി ടൂർ പോവാണ്. അപ്പോൾ നമുക്ക് കൂടി ഒന്നിച്ചൊന്ന് പോയി നോക്കാം. ഓക്കെ, ആറിൻ്റ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ പോവല്ലേ? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺ. അപ്പോൾ നമുക്കും ചില സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, ശരിയല്ലേ? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട് ഹിയർ. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ഒരു പടം നിങ്ങൾ തന്നെ ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പടം വരയ്ക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഇതുപോലുള്ള കൺസേൺ. അപ്പോൾ നിങ്ങളിപ്പോൾ ടൂർ പോകുകയാണെങ്കിലും വീട്ടിൽ എല്ലാവരും ഹാപ്പി ആണോ? അപ്പോൾ നിങ്ങൾ ടൂർ പോകുന്നതിന് വീട്ടിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടൂർ പോകുമ്പം വീട്ടിലുള്ള ആൾ ഒറ്റയ്ക്കാണോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ? അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ എല്ലാവരും അത് എഴുതി നോക്കില്ലേ? അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കം സോ ക്ലോസ് ഈവൻ വെൻ ദേ ഹെയിൽ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 4 പേരും പിന്നെ ഈ പറയുന്ന പീലി ആയാലും ഇവരെല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഒരാൾ സിറ്റിയിലുള്ളതാണ്, ഒരാൾ സ്ലം ഏരിയയിലുള്ളതാണ്, ഒരാൾ ഒരു ഫ്ലാറ്റിലെല്ലാം നിൽക്കുന്ന ഒരാളാണ്, മറ്റേ ഒരു അതിഥി തൊഴിലാളിയുടെ മകളാണ്. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാവരും പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇവരെല്ലാം നല്ല ക്ലോസ് ഫ്രണ്ട്സായി. ഏതുപോലെ? അപ്പം നിങ്ങൾക്കായാലും നിങ്ങളുടെ പല ഫ്രണ്ട്സും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കും, ശരിയല്ലേ? ഇപ്പം നമ്മളിപ്പം ചിലർ സിറ്റിയിൽ നിൽക്കുന്നതായിരിക്കാം, ചിലർ ഗ്രാമത്തിൽ നിൽക്കുന്നവരായിരിക്കാം, ചിലരിപ്പം വേറെ എവിടെന്നെങ്കിലും ഇവിടെ വന്ന് നിന്ന് പഠിക്കുന്നവരായിരിക്കാം, ശരിയല്ലേ? അങ്ങനെ പലരും ഉണ്ടാവില്ലേ?
അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ വേറെ എവിടെന്നെങ്കിലും ഇവിടെ വന്ന് നിൽക്കുന്നവരായിരിക്കാം. ഓക്കെ, ചിലർ വീട് മാറി വേറെ വീട്ടിൽ നിന്നൊക്കെ നിന്ന് പഠിക്കുന്നവരായിരിക്കും. ഇമേജിൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കം ഫ്രണ്ട്സ് ആൻഡ് പ്രസൻറ്റ് എ റോൾ പ്ലേ ഇൻ ദി ക്ലാസ്. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് എല്ലാവരും ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇവരൊക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പടം കാണാം. അപ്പോൾ ഈ പടത്തിൽ എന്താ ചെയ്യുന്നത്, എല്ലാവരും ബാഗൊക്കെ റെഡി ആക്കുവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബാഗിൽ പല സാധനങ്ങളും വേണ്ടി വരും. എന്തൊക്കെയാണ് സാധാരണ എടുത്ത് വെക്കാറ്? വെള്ളം എടുക്കും, ശരിയല്ലേ? ചിലപ്പോൾ ചിലർ ബിസ്ക്കറ്റൊക്കെ എടുക്കും. ഓക്കെ, ചിലർ എന്ത് ചെയ്യും, കുറച്ച് പൈസയൊക്കെ എടുക്കും. എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ പൈസ എടുക്കും. ഓക്കെ, പക്ഷേ നമ്മൾ വലിയ പൈസ ഒന്നും ടൂറിന് എടുക്കില്ല. എന്നിട്ടാണ് ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? എന്നാലും നമ്മൾ ചെറിയൊരു മുട്ടായൊക്കെ മേടിക്കാനുള്ള പൈസ എല്ലാവരും എടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ നോക്കിയാൽ ഇവരും ബാഗൊക്കെ റെഡിയാക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത് വിക്കി എന്തോ സാധനം ബാഗിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അപ്പൂൻ്റെ ബാഗിലും എന്തോ സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, നീനും ഓൾറെഡി റെഡിയാണ്. ഓക്കെ, പിന്നെ ചമേലി ആയാലും ചമേലി 2 ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കും ചില ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, 1 അല്ല 2 ബാഗ്. അപ്പോൾ ഇത് വിക്കിയുടെ തോളിലുണ്ട് കേട്ടോ വേറൊരു ബാഗ്. അപ്പോൾ ചിലർ കുറച്ച് അധികം സാധനം എടുക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളൊരു ടൂറിനാണ് പോകുന്നത്. ഓക്കെ, ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻ ബിഫോർ എവറി ട്രിപ്പ്. നമ്മൾ എല്ലാ ട്രിപ്പിന് മുന്നേ ചെറിയൊരു പ്രിപ്പറേഷൻ എടുക്കില്ലേ? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ടൂർ പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ടൂർ പോവുക, അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്തൊക്കെയാണ് അവിടെ റൈഡ്സ് ഉണ്ടാവുക? അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കില്ലേ? ചിലപ്പോൾ നമ്മൾ സൂവിലാണ് പോകുന്നതെങ്കിൽ ഏതൊക്കെ ആനിമൽസാണ് ഉണ്ടാവുക? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കില്ലേ? ഡോണ്ട് അവർ തോട്ട് ഓൾസോ കം അലോങ് ദ തിങ്സ് ഇൻ ദി ബാഗ് വിച്ച് ദേ സെറ്റ് ഫോർ ട്രിപ്പ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് എടുത്തു വെക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അവിടെ വെള്ളം കിട്ടാൻ ചാൻസ് ഇല്ല, ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ കരുതി വെക്കും, ശരിയല്ലേ? ലെറ്റ് സി വാട്ട് ദേ ക്യാരി ഇൻ ദെയർ ബാഗ്. ഇനി ഇവർ ടൂർ പോകുമ്പോൾ എന്തൊക്കെയാണ് ബാഗിൽ കൊണ്ടുപോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ പറയുന്നത് ചമേലിയാണ്. ഓക്കെ, അപ്പോൾ ചമേലി എന്താ പറയുന്നത്? വിൽ അതർ സെറ്റ് മീ അസൈഡ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഈ ചമേലി അകറ്റി നിർത്തുമെന്നാണ് ചമേലിക്ക് ഒരു സംശയം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബുക്കുണ്ട്, പിന്നെ ഒരു പേസ്റ്റും ബ്രഷും ഉണ്ട്, സോപ്പുണ്ട്, പിന്നെ കുറച്ച് ഡ്രസ്സുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ചമേലിയുടെ ബാഗിലുള്ളത്. ഓക്കെ, ബാക്കിയുള്ളവർ ചമേലി അകറ്റി നിർത്തുമെന്നാണ് ചമേലിക്കൊരു സംശയം. ഓക്കെ, ഇനി നമുക്ക് അപ്പൂൻ്റെ കാര്യം നോക്കാം. അപ്പൂൻ്റെ ഡൗട്ട് എന്താണ്? അമ്മ ഒറ്റയ്ക്കായിരിക്കും, അതാണ് അപ്പൂൻ്റെ ഏറ്റവും വലിയ സംശയം. അപ്പോൾ അപ്പൂൻ്റെ ബാഗിൽ എന്താ ഉള്ളത്? ഒരു ചെറിയ ടീഷർട്ട് ഉണ്ട്, പിന്നെ ഒരു പമ്പരമുണ്ട്, ശരിയല്ലേ? ഇത്രയാണ് അപ്പൂൻ്റെ ബാഗിലുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. നീനു എന്താ പറയുന്നത്? ക്യാൻ ഐ വിസിറ്റ് ഓൾ സൈഡ്സ് ദർ? എന്നിട്ടായിരിക്കും, അതായത് വീൽ ചെയറിലല്ലേ നീനുള്ളത്. അപ്പോൾ ഈ വീൽ ചെയർ പോകാത്ത സ്ഥലത്ത് ആർക്ക് പോകാൻ പറ്റില്ല? നീനുവിന് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നീനു വിചാരിക്കുന്നത് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുമെന്നുള്ളൊരു സംശയം. മീനുവിൻ്റെ ബാഗ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ കണ്ടോ, ഇവിടെ ഡ്രോയിങ് ബുക്ക് എന്ന് കണ്ടോ? അപ്പോൾ ഈ ഡ്രോയിങ് ബുക്ക് ഉണ്ട്, പിന്നെ കുറച്ച് കളർ പെൻസിലുണ്ട്, പിന്നെ അതുപോലെ സോപ്പുണ്ട്, ബ്രഷ് ഉണ്ട്, പിന്നെ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തെന്ന് മീനു കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഒരാൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി അടുത്ത നോക്കാം. വിക്കി ആണെങ്കിൽ വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി. അപ്പോൾ വിക്കി അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റിയുടെ ആ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ കിട്ടുമെന്നാണ് വിക്കിയുടെ സംശയം. വിക്കിയുടെ ബാഗ് നോക്കിയേ, വിക്കി ഇച്ചിരി കൂടി റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡെൻ്റൽ കിറ്റ് ഉണ്ട്. ഡെൻ്റൽ കിറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാവും, പേസ്റ്റ്, ബ്രഷ്, അതെല്ലാം. പിന്നെ വിക്കിയുടെ കയ്യിൽ ഫോണുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വിക്കിയുടെ കയ്യിൽ മാത്രമേ ഫോണുള്ളൂ, ശരിയല്ലേ? പിന്നെ ഒരു ഷവർ കിറ്റ് ഉണ്ട്. ഷവർ കിറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്തെല്ലാം ഉള്ളത് നോക്കിയേ, സോപ്പൊക്കെ ആണുള്ളത്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ഈ ഷവർ കിറ്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ, സോപ്പും അങ്ങനെയൊക്കെ ഇല്ലേ, കുളിക്കാനുള്ള സാധനങ്ങൾ, അതൊക്കെയാണ് അതിനുള്ളത്. ഓക്കെ, പിന്നെയും കുറച്ച് സാധനങ്ങളുണ്ട്, പിന്നെ പല കളറിലുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിക്കിയുടെ അടുത്തുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളാണ് ടൂർ പോകുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ടൂർ പോകുകയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കും നിങ്ങൾ കൊണ്ടുപോകാം? വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? അപ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിക്കുക? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ്സ് ആൻഡ് റൈറ്റ് യുവർ തോട്ട് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ പടം, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പടം ഇവിടെ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത് ടൂറിന് പോകുമ്പോൾ അതിവിടെ എഴുതുക. പിന്നെ നിങ്ങളുടെ ഒരു ബാഗും, അപ്പോൾ നിങ്ങളുടെ ബാഗ് ഇവിടെ വരയ്ക്കുക, ബാഗിലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാവരും ചെയ്യില്ലേ? അപ്പോൾ ഇനി നമുക്ക് പീലിയുടെ വില്ലേജിലേക്ക് പോയി നോക്കാം. ഷാൾ വി സിംഗ് എ ട്രാവൽ സോങ് ടുഗദർ? അപ്പോൾ നമ്മളായാലും ടൂറിന് പോകുമ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടില്ലേ, അതാണ് പറയുന്നത്. ട്രാവൽ സോങ് എന്ന് വെച്ചാൽ നമ്മൾ ടൂറിന് പോകുമ്പോൾ ഇടയിൽ പാടുന്ന പാട്ട്, യാത്രയ്ക്കിടയിലുള്ള പാട്ട്. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അപ്പോൾ നമ്മൾ കുറേ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിക്കി ബാഗ് എടുത്തിട്ട് പോകുന്നുണ്ട്, പിന്നെ അപ്പു കൈയൊക്കെ കൊട്ടി പാട്ട് പാടുമെന്ന് തോന്നുന്നു. ചമേലി നീനുവിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാം, ശരിയല്ലേ? ചമേലി നീനുവിൻ്റെ വീൽ ചെയർ തള്ളിക്കൊണ്ടുപോകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം?
നമുക്കിപ്പോൾ എന്തെങ്കിലും വയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. ഡു യു നോ ട്രാവൽ സോങ്? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ഇൻ ഗ്രൂപ്പ് ഇൻ ദ ക്ലാസ് ആൻഡ് ഡ്രോ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. അപ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് ടൂർ പോകുമ്പം ഏതൊക്കെ പാട്ടാണ് പാടാറുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് എന്ത് ചെയ്യാം, കുറച്ച് വരികൾ ഇവിടെ ഇങ്ങനെ എഴുതാം. ഓക്കെ. അപ്പോൾ എല്ലാവരും എഴുതുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പീലിയുടെ വില്ലേജിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം. ഓക്കെ. ദാറ്റ് ഈസ് ദി പീലീസ് വില്ലേജ്. അപ്പോൾ പീലിയുടെ വില്ലേജ് നമുക്കിവിടെ ദൂരെ കാണാം. ഓക്കെ. അപ്പോൾ അവിടെ പല ടൈപ്പിലുള്ള വീടുകളുണ്ട്. സിമെൻ്റ് ഇട്ട വീടുണ്ട്, പിന്നെ ഓടിട്ട വീടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് തെങ്ങുണ്ട്, പിന്നെ ഇവിടെ ഒരു പാടമൊക്കെ ഉണ്ട്, ശരിയല്ലേ? പിന്നെ ഇവിടെയും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ, ശരിയല്ലേ? പിന്നെ ഈ പീലിയുടെ വീൽ ചെയറിന് പോകാൻ പറ്റിയ തരത്തിലൊരു റോഡുണ്ട്, ശരിയല്ലേ? ഈ പടത്തിൽ നിങ്ങൾ നോക്കിയേ, ഈ പടത്തിലാണെങ്കിൽ വിക്കിയാണ് ആരെ സഹായിക്കുന്നത്? ഈ പറയുന്ന നീനുവിനെ സഹായിക്കുന്നത്. അപ്പോൾ ഓരോരാൾ മാറി മാറി സഹായിക്കുകയാണ്, ശരിയല്ലേ? അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതാ നോക്കിയേ, അപ്പോൾ പീലി കണ്ടു. ദർ ഈസ് പീലി. അപ്പോൾ ഇതാണ് പീലി. അപ്പോൾ ഈ പീലിയുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ലോങ് ടൈം. വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ ഇത്രയും ലേറ്റ് ആയത് എന്താ, നിങ്ങൾ എന്താ വരാൻ ഇത്രയും ലേറ്റ് ആയതെന്നാണ് ആര് ചോദിക്കുന്നത്? പീലി ചോദിക്കുന്നത്. റൈറ്റ് യുവർ റെസ്പോണ്ട് ടു പീലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു റെസ്പോൺസ് ഇവിടെ എഴുതാം. എന്തുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്? സാധാരണ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എത്താൻ ലേറ്റ് ആവില്ലേ? നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ ലേറ്റ് ആവില്ലേ? അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു റീസൺ? അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ചിലപ്പോൾ എന്തായിരിക്കാം, റോഡ് ബ്ലോക്ക് ആയതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു റീസൺ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. ഓക്കെ. കമോൺ ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, പീലി കുറച്ച് പൂക്കൾ എടുത്തിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളും അങ്ങനെയല്ലേ, നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ അവരെ സ്വീകരിക്കില്ലേ? അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്, ശരിയല്ലേ? വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ എബൌട്ട് ദ പീലീസ് വില്ലേജ്? അപ്പോൾ നമ്മളിപ്പോൾ വില്ലേജിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിലിടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളൊരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു വില്ലേജിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? അപ്പോൾ അവിടെ എങ്ങനെയുള്ള വീടുകളാണ് ഉണ്ടാവുക, ആ വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, പിന്നെ അവിടെ എന്തൊക്കെയായിരിക്കും കാണാനുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇമേജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ചെറിയൊരു വില്ലേജിൻ്റെ ഒരു പടം നമ്മളൊരു പേപ്പറിൽ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സൂപ്പറായിട്ടൊരു പടം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ടീച്ചറെ കാണിക്കുക. ദിസ് ഈസ് മൈ അമ്മ. അപ്പോൾ പീലി എന്ത് ചെയ്യുന്നു, പീലിയുടെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് പീലിയുടെ അമ്മ. ഓക്കെ. അപ്പോൾ പീലിയുടെ അമ്മയെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോൾ പീലിയുടെ അമ്മ ഒരു ഗ്രാമീണമായിട്ടുള്ള വേഷമാണ് ധരിച്ചേക്കുന്നത്. ഓക്കെ. ഒരു സാരി ഉണ്ട്, പിന്നെ നിങ്ങൾ തലയിലാണെങ്കിൽ പൂവുണ്ട്. ഓക്കെ. ഒരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. കമോൺ എവരിബഡി, ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്. ലെറ്റ്സ് ഹാവ് ദ മീറ്റ് ഫസ്റ്റ്. അപ്പോൾ നമ്മളെ വീട്ടിലായാലും അങ്ങനെയല്ലേ, വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ വന്നാൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും മുതിർന്നവർ പറയത്തില്ലേ, വാ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാം, അങ്ങനെ പറയില്ലേ? അപ്പോൾ ഇവിടെ പീലിയുടെ അമ്മയും പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി. അപ്പോൾ നമ്മൾ ഇത്ര വരെ പറഞ്ഞത് ഒന്നുകൂടി ചേട്ടൻ പറയാണ്. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ടൂർ പോവാണ്. ആർക്ക് കൂടിയാണ് പോകുന്നത്? നീനുണ്ട്, അപ്പുണ്ട്, വിക്കിയുണ്ട്, ചമരയുണ്ട്, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും കൂടി പീലിയുടെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ എന്താണ് പറയുന്നത്? ഫുഡ് കഴിക്കാനാണ് പറയുന്നത്. അത്ര വരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും ഫുഡിന് കഴിക്കാനുണ്ടാവുക? ഇനി നമ്മൾ അവിടെ ആ ഗ്രാമത്തിൽ പോയാൽ എന്തൊക്കെയായിരിക്കും കാണുക? അതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യാം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥയുടെ തുടർച്ച കിട്ടാൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.